മക്കളെ, അപ്പോൾ നമ്മളുടെ എക്സാം ഇതേ അടുക്കാറായല്ലേ. അപ്പോൾ നമ്മളുടെ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 മാർക്സോളം വരുന്ന, നിങ്ങൾക്ക് 30 മാർക്സോളം കിട്ടാൻ പോകുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് മാർക്സ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഷോയിങ് പൾമണറി സർക്കുലേഷൻ അല്ലേ. പൾമണറി സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പൾമണറി പര്യനം. നമുക്ക് ഡബിൾ സർക്കുലേഷൻ ആണല്ലേ, ദ്വിപര്യനമാണ്. അതിലൊന്നാണ് ഏത്? നമ്മുടെ പൾമണറി പര്യനം എന്ന് പറയുന്നത്. അതിൽ നമുക്കിവിടെ റൈറ്റ് വെൻട്രിക്കിൾ അല്ലെങ്കിൽ വലത് വെൻട്രിക്കിളിലാണ് തുടങ്ങുന്നത്. അപ്പോൾ മിസ് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള നമ്മളുടെ ഹാർട്ടിൽ നമ്മുടെ സർക്കുലേഷൻ ഈ ഒരു എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? വെൻട്രിക്കിളിൽ നിന്നാണ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ അത് എവിടെയായിരിക്കും അവസാനിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഓപ്പോസിറ്റ് ഒരു ആരോ മാർക്ക് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ അതെവിടെയാണ് അവസാനിക്കുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടേക്ക് പോകും? ആരാണ് അതിനെ ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നത്? അത് നോക്കിയാൽ മതി. ഇനി നേരെ തിരിച്ച് നമ്മളുടെ സർക്കുലേഷൻ തുടങ്ങുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിലാണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ഒരു ആരോ മാർക്ക് ഇടാം. അപ്പോൾ അതെവിടെയാണ് അവസാനിക്കുന്നത്? റൈറ്റ് ഏട്രിയത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്ന് ആരാണ് പുറപ്പെടുന്ന ബ്ലഡ് വെസൽ? ഇത് തിരിച്ചെത്തിക്കുന്നത് ആരാണ്? ഇത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പം ഈ ഒരു ഐഡിയ എൻ്റെ മക്കൾക്ക് കിട്ടിയെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്ക് പോകുന്ന ഒരു രക്തക്കുഴലാണ്, ഒരു ബ്ലഡ് വെസലാണ്. അപ്പോൾ ലങ്സിലേക്ക് പോകുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി പൾമണറി എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് കിട്ടി. ഇനി അത് ലങ്സിലേക്ക് പോകുന്നതുകൊണ്ടാണ് പൾമണറി. ഹാർട്ടിൽ നിന്ന് പുറത്ത് പോകുകയായതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ആർട്ടറി. അതായത് ശ്വാസകോശ ധമനി എന്ന് നമ്മൾ പറഞ്ഞു, ശ്വാസകോശ ധമനി. ഓക്കെ, അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൾമണറി വെയിൻ അതിനെവിടെ എത്തിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ഓപ്പോസിറ്റ് ആരോ മാർക്ക് അല്ലേ. പൾമണറി വെയിൻ എവിടേക്കാണ് വരുന്നത്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. സോ ഇവിടെ നമ്മൾ എന്ത് എഴുതുന്നു? ലെഫ്റ്റ് ഏട്രിയം, ഇടത് ഏട്രിയം. കിട്ടിയില്ലേ? ഇടത് ഏട്രിയം. റെഡി? അപ്പം ഈ ഒരു ഈസി ആയിട്ട് നമുക്ക് എത്ര മാർക്സ് കിട്ടി? നമുക്കൊരു 1 മാർക്ക് സിമ്പിളായിട്ട് കിട്ടിയില്ലേ. ഇത് നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ എന്താ പിടിച്ചോ. സെലക്ട് ദോസ് സീൻ ഓൺലി ഇൻ സൈലം ഫ്രം ദ ബോക്സ്. അതായത് സൈലം വെസൽസിൽ മാത്രം കാണുന്നത് ഇതിലേതാണെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കമ്പാനിയൻ സെൽ നമുക്കറിയാം, സഹകോശം ആരുടെയാണ്? നമ്മളുടെ ഫ്ലോയത്തിൻ്റെയാണ് അല്ലേ, ഫ്ലോയത്തിൻ്റെയാണ്. ഇനി ട്രക്കീഡ് ഉണ്ട്. പിന്നെ സീവ് ട്യൂബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതും നമ്മളുടെ ആരുടെയാണ്? അത് നമ്മളുടെ ഫ്ലോയത്തിൻ്റെയാണ്. അപ്പോൾ ഇതിലാരാണ്? നമ്മളെ ട്രക്കീഡും വെസലും. വീതി കൂടിയ നമ്മുടെ വെസലാണ് ഏത്? സൈലം വെസൽ എന്ന് പറയുന്നത്. അതിൽ തിന്നായിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ട്രക്കീഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വെസലും ട്രക്കീഡുമാണ് ഇതിൽ വരുന്നത്? സൈലത്തിൻ്റെത് വരുന്നത്. കിട്ടിയില്ലേ? വെസൽ ആൻഡ് ട്രക്കീഡ്. ഇനി നമ്മളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദി എബിലിറ്റി ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടു സ്റ്റിക്ക് ടു ദ വാൾസ് ഓഫ് ദ സൈലം വെസൽസ്. അതായത് നമ്മുടെ ഈ വെള്ളത്തിനെ മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഫോഴ്സുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലൊന്നാണ് നമ്മളുടെ ട്രാൻസ്പിറേഷൻ പുൾ അല്ലെ സസ്യസ്വേദനം വഴിയുള്ള വലിവ്. രണ്ടാമത്തതാണ് റൂട്ട് പ്രഷർ അല്ലെ റൂട്ടിലെ മർദ്ദം. മൂന്നാമത്തത് നമുക്ക് വാട്ടർ മോളിക്യൂൾസ് തമ്മിലും അല്ലേ, അതായത് H2O ഇവർ തമ്മിലൊരു അട്രാക്ഷൻ ഫോഴ്സ് ഉണ്ടാകും. ഇത് കൂടാതെ ഇത് ഏതിലൂടെയാണ് ഒഴുകുന്നത്? നമ്മുടെ വെസൽസിലൂടെ ഒഴുകുന്ന സമയത്ത് ഇതും ഈ വാളും തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ. അപ്പം ഈ തമ്മിലുള്ള അട്രാക്ഷന് നമ്മൾ എന്താ പറയുക? നമ്മൾ പറയും കൊഹിഷൻ. ആൻഡ് ഇതും അതിൻ്റെ വാളും തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ എന്താ പറയുക? എഡിഷൻ. ഓക്കെ, സൈലം വെസലും അതേപോലെ വാട്ടർ മോളിക്യൂളും തമ്മിൽ. ഇനി വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. അതായത് നമ്മുടെ സർക്കുലേഷൻ്റെ ചാപ്റ്ററിൽ നമുക്കറിയാം പ്ലാസ്മ പ്രോട്ടീൻസ് ഉണ്ട് അല്ലേ. അതായത് നമ്മുടെ രക്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? നമുക്ക് പ്ലാസ്മയുണ്ട്, പ്ലാസ്മയിൽ നമുക്ക് വാട്ടർ ഉണ്ട്, അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്, ദെൻ അതർ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ പ്ലാസ്മ പ്രോട്ടീൻസ് ഓക്കെ, ഇതിലേതാണ് പ്ലാസ്മ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത്? അപ്പോൾ പ്ലാസ്മ പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ഇതെല്ലാം നിങ്ങൾക്ക് എന്താണ് ചെയ്യുന്ന ഫംഗ്ഷൻ അറിയണം. അപ്പോൾ ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ ആൽബുമിൻ, അതൊരു പ്രോട്ടീനാണ്, പ്ലാസ്മ പ്രോട്ടീനാണ്. ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, സിന്തസിസ് ഓഫ് ആൻറ്റിബോഡീസ്, ബ്ലഡ് ക്ലോട്ടിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഓക്സിജൻ്റെ ട്രാൻസ്പോർട്ട്
സിന്തസിസ് ഓഫ് ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ആൻറ്റിബോഡീസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തല്ല, നമ്മളുടെ ഈ ഒരു ഭാഗത്ത് വരുന്നതല്ല, ചിലപ്പോൾ ഡിഫെൻസിൽ വരുമായിരിക്കും അല്ലേ. ഡിഫെൻസിൽ വരുന്ന സമയത്ത് നമ്മുടെ ഗ്ലോബുലിൻ എന്താണ്, ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ആൻറ്റിബോഡീസ് ആണ്. ബ്ലഡ് ക്ലോട്ടിംഗ് ആണെങ്കിൽ ഫൈബ്രിനോജൻ ആണ്, അപ്പോൾ അതും പ്ലാസ്മ പ്രോട്ടീൻ ആണ്. ബ്ലഡ് പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ആൽബുമിൻ ആണ്. രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ആൽബുമിൻ. നമ്മളുടെ ആൻറ്റിബോഡി നിർമ്മിക്കുന്നത് നമ്മളുടെ ഡിഫെൻസിൽ വരും ഗ്ലോബുലിൻ. ദെൻ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഫൈബ്രിനോജൻ. അപ്പോൾ ഇതെല്ലാം പ്ലാസ്മ പ്രോട്ടീൻസ് ആണ്. പക്ഷേ നമ്മളുടെ ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ അല്ലേ, ഓക്സിജൻ്റെ സംവഹനം ആരാണ്, നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, RBC അരുണ രക്താണുക്കളിലുള്ള ഹീമോഗ്ലോബിനാണ്. അപ്പോൾ അതെന്തല്ല, പ്ലാസ്മ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ അല്ല. ഇതിന് അടുത്ത ചോദ്യം നോക്കിക്കേ, സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ആർ റിലേറ്റഡ് ടു കാപ്പിലറീസ്. ഇതിലേതാണ് രക്തലോമികകളുമായിട്ട് ബന്ധമുള്ളത്? ഓക്കെ, ചുവടെ തന്നിരിക്കുന്നതിൽ ലോമികകളുമായിട്ട് ബന്ധമുള്ളത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാൽസ് ആബ്സെന്റ്, അത് ശരിയാണല്ലേ. രക്തലോമികകൾക്ക് എന്തില്ല, വാൽവില്ല. ദെൻ വാൽസ് പ്രസന്റ് ആർക്കാണ്, ഇത് വെയിൻസ് അല്ലെങ്കിൽ സിരകൾക്കാണ്. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ പ്രഷർ, തെറ്റാണത്, ആർട്ടറി അല്ലെങ്കിൽ ധമനിക്കാണ് ഹൈ പ്രഷറിൽ, ഉയർന്ന പ്രഷറിലും ഉയർന്ന സ്പീഡിലും പോകുന്നത്. തിക്ക് വാൾഡ് വെസൽ ആരാണ്, ആർട്ടറി ആണ്, അല്ലാതെ കാപ്പിലറി അല്ല. പോൾസ് അല്ലേ, എന്താണ്, ഭിത്തിയിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, ഇത് നമ്മുടെ കാപ്പിലറീസിൻ്റെ ആണ്. അപ്പോൾ ഏതൊക്കെയാണ്, എയും ഇയുമാണ്. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ഇ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റും ആണ് ആരുമായിട്ട് ബന്ധമുള്ളത്, നമ്മുടെ കാപ്പിലറീസ്. അപ്പോൾ നിങ്ങൾക്ക് ആ രക്തക്കുഴലുകളെല്ലാം കറക്റ്റ് അറിയാമെങ്കിൽ മാത്രമേ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രക്തക്കുഴലുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ മക്കളെ, ഇതാ വളരെ തിക്കായിട്ടുള്ള, ഇത്രയുമല്ല, നല്ല തിക്കായിട്ടുള്ള രക്തക്കുഴലാണ് ഇത് ആർട്ടറി. തിക്കുമാണ്, ഇലാസ്റ്റിക്കുമാണ്, ഹൈ പ്രഷറിലും ഹൈ സ്പീഡിലുമാണ് രക്തം ഇതിലൂടെ ഒഴുകുക. ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കാണ്, ഇത് നമ്മുടെ കുഞ്ഞ് ഹൃദയമാണെന്ന് കരുതാം. ഓക്കെ, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. ഇനി അടുത്തത് എടുക്കുകയാണെങ്കിലോ, കമ്പാരിറ്റീവ്ലി തിന്നാണ് വെയിൻ. അപ്പോൾ ഇതാണെങ്കിൽ ഹൃദയത്തിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുക, ഹൃദയത്തിലേക്ക് രക്തം തിരിച്ചു കൊണ്ടുവരികയാണ്. ലോ സ്പീഡും ലോ പ്രഷറുമാണ്. അപ്പോൾ തിരികെയുള്ള ഒഴുക്ക് തടയാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ എന്ത് കാണും, വാൽവ് കാണാം, വാൽവ് ഉണ്ട്. ഇനി അതിലും തിന്നായിട്ടുള്ള സിംഗിൾ ലെയർ ഓഫ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്, നമ്മുടെ കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് പറയാം, ഒറ്റവരി കോശങ്ങൾ കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ സുഷിരങ്ങൾ കാണാൻ പറ്റും. ലോ പ്രഷറിലും ലോ സ്പീഡിലാണ് ഒഴുകുന്നത്. അത് മാത്രമല്ല നമ്മുടെ ആർട്ടറിനെയും അതേപോലെ വെയിൻസിനെയും ബന്ധിപ്പിക്കുന്നതാണ്. റെഡി. അപ്പോൾ രക്തക്കുഴലുകളുടെ പ്രത്യേകത അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി അടുത്ത നോക്കിയേ മക്കളെ, എന്താ പറയുന്നത്, അനലൈസ് ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അതായത് ഗ്ലൂക്കോസ്, ഇത് നമ്മുടെ വില്ലസിൻ്റെ കാര്യമാണ് അല്ലേ. നമ്മുടെ ചെറുകുടലിൻ്റെ അകത്ത് എന്താണ്, ഇങ്ങനെ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ആ ഫിംഗർ ലൈക്ക് എക്സ്റ്റൻഷനെ നമ്മൾ എന്താ പറയുക, വില്ലസ് എന്നാണ് പറയുക. ഈ വില്ലസിനകത്ത് നമുക്ക് 2 ആൾക്കാരുണ്ട്. ഒന്നാണ് ബ്ലഡ് കാപ്പിലറി, രണ്ടാമത്തതാണ് ഇത് നമ്മളുടെ ലാക്ടിയൽ. ഓക്കെ, ലാക്ടിയൽ. ഇതിനെ നമ്മൾ എന്താ പറയുക, ലിംഫ് കാപ്പിലറി. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഗ്ലൂക്കോസ് ബ്ലഡ് കാപ്പിലറിയിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാറ്റി ആസിഡ് ഇതിലേക്കാണ് പോവുക അല്ലേ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ഇതെല്ലാം നമ്മുടെ ബ്ലഡ് കാപ്പിലറി, അമിനോ ആസിഡ് ഇതെല്ലാം ബ്ലഡ് കാപ്പിലറിയിലേക്കാണ് പോവുക. പക്ഷേ നമ്മുടെ ഫാറ്റി ആസിഡോ, നമ്മുടെ ലിംഫ് കാപ്പിലറി, അതിന് നമ്മൾ വേറൊരു പേര് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നത് ഏതാണ്, ലാക്ടിയൽ അല്ലേ. ലാക്ടിയലിലേക്കാണ് എന്ത് പോകുന്നത്, നമ്മുടെ ആ ഒരു ഫാറ്റി ആസിഡ് ആഗിരണം ചെയ്യപ്പെടുന്നത്. കിട്ടുന്നുണ്ടോ? ഓക്കെ. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്താ, മേക്ക് കറക്ഷൻസ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പോർഷൻ. അടിവരയിട്ട ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മാത്രം തിരുത്താം. അപ്പം നമ്മൾ നോക്കിക്കേ, എന്താ ഇവിടെ പറയുന്നത്, ഗ്ലോബുലിൻ റെഗുലേറ്റ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിനാണോ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്? അല്ല. അപ്പോൾ അടിവരയിട്ട ഭാഗത്ത് നമ്മൾ തിരുത്തണം, പകരം ആരാണെന്ന് പറയണം അല്ലേ. ഗ്ലോബുലിൻ അല്ല, പകരം ആരാണ്, ആൽബുമിനാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത്. ഇനി അടുത്ത ഫൈബ്രിനോജൻ ഹെൽപ്സ് ഇൻ ബ്ലഡ് കോയാഗുലേഷൻ. ഫൈബ്രിനോജൻ ആണ് നമ്മുടെ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നത്. യെസ്. ഇനി അടുത്തതോ, ആൽബുമിൻ ഹെൽപ്സ് ഇൻ ഡിഫെൻസ്. ആണോ? ആൽബുമിനാണോ നമ്മളെ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്?
അല്ല, പകരം ആരാണ്? ഗ്ലോബുലിൻ ആണല്ലേ, ഗ്ലോബുലിൻ. അപ്പോൾ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്. ഈ 2 തിരുത്തലുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മളിതേ അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ഫ്ലോ ചാർട്ട് പരിശോധിച്ച് തെറ്റായവ ക്രമപ്പെടുത്തുക. അപ്പോൾ ഇത് നമ്മളുടെ ഏതാണ്? നമ്മുടെ നാസയിൽ പോയി ട്രാക്ക് പാൻസ് ഇട്ടിട്ട് ബ്രോൻ്റെ ഓളയും കൂട്ടി അവിടെ പോയപ്പോൾ ആൽമരം കണ്ടു. അപ്പോൾ ഇതിലെന്തോ പ്രശ്നമുണ്ട്. നാസ യന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതാണ്? നോസ്ട്രിൽ. ഇവിടുന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ഇതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ ആരാണ്? നാസ ഗഹ്വരമാണ് അല്ലേ. അപ്പോൾ ഇതല്ല വരേണ്ടത്. പകരം എന്താണ്? നാസ ഗഹ്വരം, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? നെയ്സൽ ക്യാവിറ്റി. നെയ്സൽ ക്യാവിറ്റി. അടുത്തത് ആരാണ് വരിക? അത് കഴിഞ്ഞാൽ നെയ്സൽ ക്യാവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ അടുത്തത് ഏതാണ്? ശ്വസനി ഉണ്ട്, ശ്വാസനാളം ഉണ്ട്, വായുത. ശ്വാസനാളമാണോ? യെസ്, നമ്മളെ ട്രക്കിയാണ് വരേണ്ടത്. ട്രക്കിയ അല്ലെങ്കിൽ ശ്വാസനാളം. അത് കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ബ്രോങ്കൈ അല്ലെങ്കിൽ ശ്വസനി. ബ്രോങ്കൈ അല്ലെങ്കിൽ ശ്വസനിയാണ് വരേണ്ടത്. ഇവിടെയോ? ശ്വസനിക കറക്റ്റാണ്, ബ്രോങ്കിയോൾ. ഓക്കെ, അടുത്തത് ഏതാണ്? വായുവറ അല്ലെങ്കിൽ ആൽവിയോളൈ. അപ്പോൾ ഇവിടെ നമുക്ക് തിരുത്തേണ്ടി വന്നത് 2 സ്ഥലത്താണ്. ഈ 2 സ്ഥലങ്ങൾ നിങ്ങൾ കറക്റ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? നമുക്ക് 2 മാർക്സ് കിട്ടുന്നത്. ഇവിടെ കറക്റ്റാണ്. ഇവിടെ 2 സ്ഥലങ്ങളാണ് കറക്റ്റ് ചെയ്ത 2 മാർക്സ് ആണ് ഈ ഫ്ലോ ചാർട്ട് കറക്റ്റ് എഴുതുന്നതിന് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതാ നമ്മുടെ കറക്റ്റ് റെസ്പിറേറ്ററി ട്രാക്ട് വെച്ചതാണ്. നോസ്ട്രൽ, നേസൽ ക്യാവിറ്റി, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾ ആൻഡ് ആൽവിയോളൈ. നമ്മുടെ നാസയിൽ പോയി അല്ലേ, നാസയിൽ പോയി. അപ്പോൾ എന്താണ്? ട്രാക്ക് പാൻസ് ആണ് ഇട്ടത്. ട്രാക്ക് പാൻസ് ഇട്ട സമയത്ത് ബ്രോനെ കൂട്ടി. ബ്രോ ആരെ കൂട്ടി? ബ്രോൻ്റെ ഓളെ കൂട്ടി. അവിടെ പോയപ്പോൾ കണ്ടത് എന്താണ്? ആൽമരം. ആൽവിയോളൈ. റെഡി. ഇനി നമ്മളത് അടുത്ത ചോദ്യം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ നമ്മളോട് പറഞ്ഞത് എ എന്താണെന്നും ബി എന്താണെന്നും ഫില്ല് ചെയ്യാനാണ്. അതായത് ബ്രീത്തിങ്ങിൻ്റെ സമയത്ത് എക്സ്പൈറേഷൻ. ഓക്കെ, ഇവിടെ എക്സ്പൈറേഷനും തന്നിട്ടുണ്ട്, ഇൻസ്പൈറേഷനും തന്നിട്ടുണ്ട്. അതായത് ഉച്ഛ്വാസവും നിശ്വാസവും തന്നിട്ടുണ്ട്. ഉച്ഛ്വാസം, നിശ്വാസം. നിശ്വസിക്കുന്ന സമയത്ത് വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റിയിൽ എന്ത് മാറ്റമാണ് വരിക? അതേപോലെ തന്നെ ഉച്ഛ്വാസം, എയർ എടുക്കുന്ന സമയത്ത് വോളിയം ഓഫ് ക്യാവിറ്റിയിൽ എന്ത് മാറ്റമാണ് വരിക? എന്താണ്? അപ്പോൾ ഇവിടെ എന്താണ്? വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ഇൻക്രീസസ്, കൂടുന്നു. തൊറാസിക് ക്യാവിറ്റിയിൽ വോളിയം എന്താണ് ചെയ്യുക? കൂടുന്നു. ഇനി ഇവിടെയാണെങ്കിലോ പുറത്തേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സ്ഥലമില്ല. അപ്പോൾ എന്താ സംഭവിച്ചത്? പ്രഷർ, മർദ്ദം കൂടി. അപ്പോഴെന്താണ്? കുറയുകയാണ് ചെയ്തത് അല്ലേ, വോളിയം കുറയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിക്രീസസ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? എയർ പുറത്തേക്ക് പോയത് അല്ലേ. ഈ മാറ്റം ഉണ്ടാവാൻ കാരണം എന്താണ്? ഡയഫ്രം മസിൽസും ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്തു. അപ്പോൾ ഡയഫ്രം ഫ്ലാറ്റായി, റിബ്സ് ഉയർന്നു, അപ്പോൾ വോളിയം കൂടി. ഓക്കെ, ഇനി അടുത്തത് ഐഡൻറ്റിഫൈ ദ മസിൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് റിബ്സ് ഇൻ ദിസ് ആക്ടിവിറ്റി. ഏതാണ് ആ മസിൽസ് എന്ന് ചോദിച്ചാൽ ഇന്റർകോസ്റ്റൽ മസിലും ഉണ്ട് ആക്ച്വലി. അതേപോലെ നമ്മളെ ഡയഫ്രം മസിലും ഉണ്ട്. പക്ഷെ നമുക്ക് റിബ്സിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിച്ചത് ആരാണ്? ഇന്റർകോസ്റ്റൽ പേശികളാണ്. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? ഇന്റർകോസ്റ്റൽ പേശികൾ. ഓക്കെ, ഇനി നമ്മളതേ അടുത്ത ചോദ്യം. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫേസ് ഓഫ് റെസ്പിറേഷൻ ഷോൺ ഇൻ ദ ഇല്ലസ്ട്രേഷൻ. അപ്പോൾ ഇത് നമ്മുടെ റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഗ്ലൂക്കോസിനെ എന്തോ ആക്കി മാറ്റുമ്പോൾ എത്ര ATP ഉണ്ടാവുന്നു? ഇത് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ നടക്കുന്നതാണ്. ആ പ്രോസസ്സിൻ്റെ പേര് എന്താണെന്ന് നമ്മൾ പറയണം. ആ സാധനത്തിന് ഓക്സിജൻ ഉപയോഗിച്ച് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടും. അതേസമയം 28 ATPയും കിട്ടും. ഇത് ക്രെബ്സ് സൈക്കിൾ എന്നറിയപ്പെടുന്നു. ഇത് എവിടെ വെച്ച് നടക്കുന്നു എന്ന് പറയണം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു എന്താ പറയുക 2 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അവിടെ 3 എന്നായിപ്പോയതാണ് കേട്ടോ. 2 മാർക്സിൻ്റെയാണ്. കാരണം 4 ഭാഗങ്ങളാണ് നമുക്ക് ഫില്ല് ചെയ്യാൻ. ഹാഫ് 2 മാർക്സിൻ്റെയാണ് കേട്ടോ. യെസ്. അപ്പോൾ ഗ്ലൂക്കോസിനെ എന്താക്കിയാണ് മാറ്റുന്നത്? നമ്മൾ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റും അല്ലേ. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുമ്പോൾ നമുക്ക് 2 ATP ആണ് കിട്ടുക. 2 ATP. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഗ്ലൈക്കോലൈസിസ് എന്ന് പറയുന്നത്. റെഡി. ഇനി ഈ പൈറൂവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആക്കി മാറ്റുമ്പം നമുക്ക് 28 ATP കിട്ടും. ആ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? മൈറ്റോകോൺട്രിയയിലാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇത്രയും എമൗണ്ട് ഓഫ് ATP ഉണ്ടാവുന്നത് കൊണ്ടാണ് മൈറ്റോകോൺട്രിയനെ നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ്സ് നോൺ ആസ് ദി പവർ ഹൗസ് ഓഫ് എ സെൽ. അതെന്തുകൊണ്ടാണ്? ഇത്രയും എമൗണ്ട് ATP ഉണ്ടാവുന്നതുകൊണ്ടാണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ.
വീണ്ടും സെയിം സാധനമാണ് കേട്ടോ. ഗ്ലൂക്കോസിനെ പൈറൂവിക് ആസിഡ് ആക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ബാക്ടീരിയ എന്താണ് ഉണ്ടാക്കുന്നത്? ഇത് നേരത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഗ്ലൂക്കോസ് ആദ്യം പൈറൂവിക് ആസിഡ് ആയിട്ട് മാറ്റപ്പെടും സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ട്. അതിന് നമ്മൾ ക്രബ് സൈക്കിൾ അല്ല, നമ്മുടെ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു. ആ സമയത്ത് 2 ATP കിട്ടുന്നു, ഒരു കുഴപ്പമില്ല. ആ പൈറൂവിക് ആസിഡിന് നമ്മുടെ ശരീരത്തിൽ വെച്ച് എന്ത് നടക്കുന്നു എന്നാണ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത്. പക്ഷേ ഈ സാധനം ബാക്ടീരിയ ഉപയോഗിക്കുകയാണെങ്കിലോ എന്ത് ചെയ്യും? പാല് തൈരാകുന്നത് അല്ലേ? നമുക്കിവിടെ എന്തുണ്ടാകും? ലാക്റ്റിക് ആസിഡ് ഉണ്ടാകും. അതെ, ലാക്റ്റിക് ആസിഡ്. അങ്ങനെയാണ് നമ്മുടെ പാൽ എന്താവുന്നത് മക്കളെ? തൈരായിട്ട് മാറുന്നത്. ഇനി അടുത്തത് നോക്കിക്കേ, അടുത്തത് ഈസ്റ്റ്. നമ്മൾ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറില്ലേ? ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആൻഡ് പഫി ആവാനുള്ള കാരണം എന്താണ്? ഇവിടെ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആണ് ഉണ്ടാവുന്നത്. റെഡി? ഓക്കെ, ഇനി നമ്മളതേ അടുത്ത ക്വസ്റ്റ്യൻ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് കണക്റ്റഡ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ദ ഫോർമേഷൻ ഓഫ് യൂറിൻ ഇസ് ഗിവൻ, അറേഞ്ച് ദം ഇൻ ദ ബോക്സസ് ഓഫ് ദ സ്യൂട്ടബിൾ. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിലെ ഓരോ ബോക്സിനും പറ്റിയത് കറക്റ്റായിട്ട് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതിന് മലയാളം മീഡിയം ഉണ്ടോ എന്ന് മിസ് നോക്കട്ടെ. മലയാളം മീഡിയം ഇല്ല. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കൾ നോക്കാം. എക്സസ് യൂറിയ ഫ്രം പെരിട്യൂബുലർ കാപ്പിലറീസ് ഇസ് സെക്രീറ്റഡ് ഹിയർ. അപ്പോൾ സെക്രീഷൻ, അതായത് അധികമുള്ള യൂറിയൻ്റെ സ്രവണം നടക്കുന്നത് ഈ സ്ഥലത്താണ്. മിസ് ഇവിടെ ABCD ഇടുന്നുണ്ടേ. ABCD മാത്രം ഇട്ടാൽ മതിയല്ലോ. അവിടെ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത് എവിടെയാണ് നടക്കുന്നതെന്ന്. ഓക്കെ, ബോക്സിലായിട്ട് എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. അപ്പം റീഅബ്സോർപ്ഷൻ ഓഫ് അയോൺസ് ഫ്രം ദ റീനൽ ട്യൂബ്യൂൾ ടേക്സ് പ്ലേസ് ഹിയർ, കളക്ട്സ് യൂറിൻ. അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലോമെറുലസിൽ വെച്ചാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ ഗ്ലോമെറുലസ്. ഇനി അടുത്ത് നോക്കിയേ, കളക്ട്സ് യൂറിൻ. യൂറിൻ കളക്ട് ആവുന്നത് എവിടെയാണ്? നമ്മളുടെ C ഇവിടെ ആയിട്ടാണ് വരിക. എന്താണ്? നമ്മളുടെ കളക്ടിങ് ഡക്ട്, ശേഖരണ നാളി. Okay, then reabsorption of ions from the renal tubule takes place here. അതേപോലെ തന്നെ excess urea from peritubular capillaries is secreted here. അപ്പം excess urea secrete ചെയ്യുന്നത് ആ peritubular capillaries ഇവിടെ വെച്ചിട്ട്, അപ്പോൾ അത് ഇവിടെ വരും. ആൻഡ് B നമ്മുടെ റീഅബ്സോർപ്ഷൻ നടക്കുന്ന റീനൽ ട്യൂബ്യൂളിൽ വെച്ചിട്ട് അത് ഇവിടെ വരും അല്ലേ? നമ്മളുടെ വേണ്ട സാധനങ്ങൾ നമ്മൾ പുനരാകിരണം ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, ആക്ച്വലി ഈ ഒരു റീഅബ്സോർപ്ഷനും സെക്രീഷനും റീനൽ ട്യൂബ്യൂൾ അല്ലെ വൃക്കാനളികയാണ്. പക്ഷെ നമ്മളോട് പേര് എഴുതാൻ പറഞ്ഞിട്ടില്ല. ഇത് ഏതൊക്കെയാണെന്ന് ബോക്സിൽ കറക്റ്റ് എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? A എന്ന് നിങ്ങൾ നമ്പർ ഇടുന്നു, എന്നിട്ട് അതിന് നേരെ എന്ത് എഴുതുന്നു? ഇവിടെ മിസ് D എന്നല്ലേ മാർക്ക് ചെയ്തത്? അതായത് അൾട്രാ ഫിൽട്രേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് A, അൾട്രാ ഫിൽട്രേഷൻ ടേക്സ് പ്ലേസ്. ഇത് വീണ്ടും കോപ്പി ചെയ്ത് വരയ്ക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ അടുത്തത് B. ഇവിടെ എന്താ നടക്കുന്നത്? ബിയിൽ നമ്മൾ നമ്പർ ഇട്ടത് B എന്ന് തന്നെയാണ്. അതായത് റീഅബ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. അടുത്തത് Cയിൽ A ആണ്. അതായത് എക്സസ് യൂറിയ നമ്മൾ കളക്ട് ചെയ്യുന്നു. ആൻഡ് ഡിയിൽ എന്താ നടക്കുന്നത്? ഡിയിൽ നമ്മൾ ഇട്ടത് C എന്നാണ്. അതായത് കളക്ട്സ് യൂറിൻ. അങ്ങനെ എഴുതുന്നു. സെറ്റ് അല്ലേ? ഓക്കെ, ഇത് നമ്മൾ അടുത്ത ചോദ്യം. ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കിഡ്നി അൾട്രാ ഫിൽട്രേഴ്സ് ആർ പ്രസൻറ്റ്? ഓക്കെ, ആക്ച്വലി ഇത് കിഡ്നിയുടെ ഏത് ഭാഗത്താണ് അൾട്രാ ഫിൽട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഗ്ലോമെറുലസ് ആണ് അല്ലേ? അൾട്രാ ഫിൽട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലോമെറുലസ് ആണ്. ഗ്ലോമെറുലസ് ഏത് ഭാഗത്താണ് കാണുന്നത്? നമ്മുടെ കിഡ്നിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒരു കോർട്ടെക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, ഒരു മെഡുല്ല എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ നമ്മുടെ കിഡ്നീനെ നമ്മളിങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു കോർട്ടെക്സും ഉണ്ട്, ഒരു മെഡുല്ലയുണ്ട്. ഈ കോർട്ടെക്സിൻ്റെ ഭാഗത്താണ് നമ്മുടെ ഈ കപ്പും ഗ്ലോമെറുലസ് ആയിട്ടുള്ള അൾട്രാ ഫിൽട്ടേഴ്സ് ഒക്കെ ഉള്ളത് അല്ലേ? ഈ ട്യൂബിലേക്ക് മെഡുല്ലയിലേക്ക് എന്താണ്? ഹെൻലീസ് ലൂപ്പും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുള്ള കളക്ടിങ് ഡക്റ്റൊക്കെയാണുള്ളത്. കളക്ടിങ് ഡക്റ്റും ഹെൻലീസ് ലൂപ്പൊക്കെയാണ് മെഡുല്ലയിൽ. കോർട്ടെക്സിലാണ് എന്തുള്ളത്? നമ്മുടെ അൾട്രാ ഫിൽട്ടേഴ്സ് ഉള്ളത്, കോർട്ടെക്സ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യം. Analyze the statement and answer the questions. നമ്മൾക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക. What are the many components in the glomerular filtrate are reabsorbed? What are the components in which complete reabsorption occur? In which part of the nephron does this process takes place? അപ്പോൾ കംപ്ലീറ്റ് റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ആർക്കൊക്കെയാണ്? കംപ്ലീറ്റ് രക്തത്തിലേക്ക് കംപ്ലീറ്റ് പുനരാകിരണം നടക്കുന്നത് നമ്മുടെ ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, വൈറ്റമിൻസ്,
അല്ലേ, സോഡിയം, മിനറൽസ്, ഇതിനൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് പുനരാഗിരണം ചെയ്യുന്നത്. ഇനി ഇത് എവിടെ വെച്ച് നടക്കുന്നു, നമ്മുടെ റീനൽ ട്യൂബ്യൂൾ അല്ലെങ്കിൽ വൃക്കാനളികയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്, കംപ്ലീറ്റ് റീ അബ്സോർപ്ഷൻ അല്ലെ പുനരാഗിരണം നടക്കുന്നത്. നമ്മൾ അടുത്ത ചോദ്യം, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ ചില ഘടകങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ മൂത്രത്തിൽ കാണപ്പെടാത്തത്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബ്ലഡിൽ കാണാത്തത്. യൂറിയ ഉണ്ടാകും, കാരണം നമുക്കത് കളയണം. യൂറിക് ആസിഡ് ഉണ്ടാകും, ജലം ഉണ്ടാകും, കാരണം യൂറിയന്. പക്ഷെ അമിനോ ആസിഡും ഗ്ലൂക്കോസും കംപ്ലീറ്റ് ആയിട്ട് പുനരാഗിരണം ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരാളുടെ വൃക്ക ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും യൂറിനിൽ കാണൂല. സോ ഈ രണ്ട് സാധനങ്ങളും നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ആളുടെ ബ്ലഡിൽ അല്ല യൂറിനിൽ കാണില്ല. ഇനി പ്ലാസ്മ പ്രോട്ടീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒരുപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഇവിടെ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷനാണ് എഴുതേണ്ടത്. അപ്പോൾ ആൽബുമിൻ എന്താണ്, ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ആണ് അല്ലേ, ബ്ലഡ് പ്രഷർ നിയന്ത്രണം, ബ്ലഡ് പ്രഷർ റെഗുലേഷൻ ആണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഡിഫെൻസിനാണെങ്കിൽ നമുക്ക് ഗ്ലോബുലിൻ ആണ്. പിന്നെ നമുക്കുള്ളത് ഫൈബ്രിനോജൻ എന്താ ചെയ്യുക, ബ്ലഡ് ക്ലോട്ടിംഗ് ആണ് അല്ലേ, രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നു. ഓക്കെ അല്ലേ. ഇനി നമ്മളിതേ അടുത്ത ചോദ്യം, ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇതിൻ്റെയൊക്കെ സിമ്പിൾ, ന്യൂട്രിയൻസ് ഏതാണ്, അതിൻ്റെ സിമ്പിൾ ഫോം ഏതാണെന്നാണ്. അതായത് ഗ്ലൂക്കോസ് എന്തിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാവുന്നത്, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അല്ലേ, കാർബോഹൈഡ്രേറ്റിനെ പൊട്ടിച്ചിട്ടാണ് നമുക്ക് ഗ്ലൂക്കോസ് കിട്ടുക. ഫാറ്റിനെ പൊട്ടിച്ചാൽ നമുക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും കിട്ടും. ഓർമ്മയില്ലേ, നമ്മുടെ പാൻക്രിയാസിൽ നിന്നുള്ള എൻസൈമാണ് കംപ്ലീറ്റ് ഡൈജഷൻ ഓഫ് ഫാറ്റ് ചെയ്യുന്നത്. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഇതാണ് നമ്മൾ ലാക്റ്റിയലിലേക്ക് ആഗിരണം ചെയ്യുന്നത്. പ്രോട്ടീൻ്റെ ഏറ്റവും സിമ്പിൾ ഫോമാണ് ഏത് മക്കളെ, അമിനോ ആസിഡ്. ഓക്കെ. ഇനി നമ്മളിത് അടുത്ത ചോദ്യം, ഇത് നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലിംഫാറ്റിക് വ്യവസ്ഥയിൽ സ്പ്ലീൻ ഉണ്ട്, ലിംഫ് വെസൽ ഉണ്ട്, ബോൺ മാരോ, തൈമസ് ഉണ്ട്. പിന്നെ നമുക്ക് ആരാ ഉള്ളത്, ലിംഫ് വേണ്ടേ. ലിംഫ് ഇല്ലാതെ എന്ത് ലിംഫാറ്റിക് വ്യവസ്ഥ, ലിംഫ്. പിന്നെ ആരാണ്, ലിംഫ് വെസൽ, ലിംഫ് വാഹി പറഞ്ഞു. ലിംഫാറ്റിക് കാപ്പിലറി, ലിംഫാറ്റിക് ലോമിക. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരാളും കൂടി പറയാനുണ്ട്, ലിംഫാറ്റിക് ലോമിക ആൻഡ് നമ്മുടെ ലിംഫ് നോഡ് പറയാനുണ്ട്. ലിംഫ് നോഡ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കറക്റ്റ് ലിംഫ് നോഡായിരിക്കും. കാരണം കാപ്പിലറീസ് ലിംഫ് വെസൽസിൽ വരുമല്ലോ. അപ്പോൾ നമുക്കിത് എന്താക്കാം, നോഡാക്കാം, ലിംഫ് നോഡാക്കാം കേട്ടോ. ഓക്കെ, ഇത് നമ്മുടെ ലിംഫ് നോഡ് എഴുതുന്നു, കാരണം ലിംഫ് വെസലിൻ്റെ അകത്ത് അതെല്ലാം വരുമല്ലോ. ഓക്കെ, ലിംഫ് നോഡ്. ഇതെല്ലാം നമ്മുടെ ലിംഫാറ്റിക് വ്യവസ്ഥയുടെ ഭാഗങ്ങളാണ്. ഓക്കെ, ഈ ഒരു സ്പ്ലീനെ മറക്കാതിരിക്കുക. ഈ ഒരു സ്പ്ലീൻ എന്താണ്, കഴിഞ്ഞ തവണത്തെ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ആളാണ്. ഇനി അടുത്തത് ഇതാണ്, ഒബ്സർവ് ദ ഫിഗേഴ്സ് ആൻഡ് റൈറ്റ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ. അപ്പോൾ ഐഡൻറ്റിഫൈ എ ആൻഡ് ബി എന്ന് പറയുമ്പം ഈ ആൾക്കാരെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ കുഞ്ഞു സ്ലിറ്റ് പോർ ഉണ്ട് അല്ലേ, നമ്മുടെ പ്ലേറ്റ്, സീവ് പ്ലേറ്റ് ഉള്ളതാണെങ്കിൽ ഇത് നമ്മുടെ ഫ്ലോയം ആൻഡ് ഇതാണെങ്കിൽ നമ്മുടെ സൈലമാണ്. റെഡി. ഇനി അടുത്തത് നോക്കിക്കേ, മെൻഷൻ ദ ഫംഗ്ഷൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ സൈലമാണ്. സൈലത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്, കണ്ടക്ഷൻ ഓഫ് വാട്ടർ ആൻഡ് മിനറൽസ്. ജലത്തിൻ്റെയും ലവണങ്ങളുടെയും സംവഹനം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ, ട്രേസ് ദ പാത്വേ ഓഫ് സ്പേംസ്. അപ്പോൾ നമ്മുടെ സ്പേംസ് പോകുന്ന വഴിയാണ് തന്നിട്ടുള്ളത്, അത് കറക്റ്റായിട്ട് എഴുതാനാണ്. അപ്പോൾ സ്പേം ആദ്യം എവിടെ എത്തണം, നമ്മുടെ വെജൈന അല്ലെങ്കിൽ യോനിയിൽ എത്തണം അല്ലേ. വെജൈന അല്ലെങ്കിൽ യോനിയിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യുക. അതിന്ന് സെർവിക്സും കഴിഞ്ഞ് യൂട്രസ്, നമ്മുടെ ഗർഭപാത്രവും കഴിഞ്ഞിട്ടാണ് എവിടെ എത്തേണ്ടത്, നമ്മുടെ ഗർഭപാത്രവും കഴിഞ്ഞിട്ടാണ് അത് നമ്മുടെ ഫാലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഒവിഡക്ട് അല്ലെങ്കിൽ അണ്ടവാഹിയിൽ എത്തേണ്ടത്. അവിടെ വെച്ചിട്ടാണ് ഫ്യൂഷൻ നടക്കുക. ഓക്കെ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ മിസ് പറയുന്നില്ല, അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതെൻ്റെ മക്കളെല്ലാവരും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ക്ലസ്റ്റർ ഓഫ് 16 to 32 സെൽസ്
16 to 32 സെൽസിൻ്റെ അല്ലേ നമ്മുടെ സൈഗോട്ട് ഉണ്ടായിക്കഴിഞ്ഞ് സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങും അല്ലേ. സൈഗോട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് അവസാനം ഒരു 16 to 32 സെല്ലാവുമ്പോൾ അതിനൊരു പേര് വിളിക്കും. ആ പേര് എന്താണെന്ന് എൻ്റെ മക്കളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് ഇയറിൽ ഇതേപോലെ അടിപൊളിയായിട്ടൊക്കെ പഠിക്കണം എന്ന് എൻ്റെ മകൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ എല്ലാവരുടെയും കൂടെ സൂപ്പറാക്കാം. അപ്പോൾ ഇത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്താണെന്നുള്ളത്. ഓക്കെ.